വെൽക്കം ടു ക്യൂബിക് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വിളിക്കുന്ന ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് 29/6/2024 മുതൽ 5/7/2024 വരെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ന്യൂസ് എന്താ നോക്കാം. എന്താണ് ആദ്യത്തെ ന്യൂസ്? ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ടു ഹാർനസ് സോളാർ എനർജി എന്നുള്ളതാണ് ആദ്യത്തെ ന്യൂസ്. ഓക്കെ, അതായത് എന്താണ് ഇത് ന്യൂസായി വരാനുള്ള കാരണം? ആസ് ഓഫ് മാർച്ച് 2024, India's total installed rooftop solar, that means RTS, capacity stood at 11.87 gigawatts, with notable increase of 2.99 gigawatts in installed capacity during 2023-24. This highlights the substantial transformative potential of RTS within India's energy sector. Okay, ഇതാണ് എന്താണ് സോളാർ എനർജി എന്തായി വരാനുള്ള കാരണം, ഒരു കറണ്ട് അഫെയർ ടോപ്പിക്കായി വരാനുള്ള കാരണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാനുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് സോളാർ എനർജി അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണമെങ്കിൽ പറയാം റിന്യൂവബിൾ എനർജി എന്നൊക്കെ പറയാം അല്ലെ. അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഏതൊക്കെ സ്കീമുകളാണ് പ്രധാനമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതാണ് ഏതെന്ന് വിളിക്കുന്നത് FDI ഇൻ റിന്യൂവബിൾ എനർജി. നമുക്കറിയാം എന്താണ് FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ആണ് FDI. എന്താണ് FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? FDI എന്ന് പറയുന്നത് എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? FDI എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അതായത് വിദേശ രാജ്യത്തെ കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള അവകാശമാണ് ഏത്, ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റില് ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഓട്ടോമാറ്റിക് റൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ മുൻകൂട്ടി ആരുടെ പെർമിഷൻ വേണ്ട, ഗവൺമെന്റിന്റെ പെർമിഷൻ ആവശ്യമില്ല. ഓക്കെ, അതിനെയാണ് ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് വിളിക്കുന്നത്. ഓട്ടോമാറ്റിക് റൂട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? 100% FDI എന്ത് ചെയ്യാൻ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്, ഇത്തരം റിന്യൂവബിൾ എനർജിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആര് കൊണ്ടുവന്നതാണ്? ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമാണ്. ഓക്കെ, അതുപോലെ തന്നെ വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് പ്രൊജക്ട്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി സഹാജി ബിജി ഹാർഗർ യോജന, ഇത് ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രൊജക്റ്റ് ആണ്. ഗ്രീൻ എനർജി കോറിഡോർ, അതുപോലെ തന്നെ നാഷണൽ സ്മാർട്ട് ഗ്രിഡ് മിഷൻ NSGM, അതുപോലെ തന്നെ സ്മാർട്ട് മീറ്റർ നാഷണൽ പ്രോഗ്രാം, അതുപോലെ തന്നെ ഇന്റർനാഷണൽ സോളാർ അലയൻസ്, നാഷണൽ സോളാർ മിഷൻ ആൻഡ് സോളാർ പാർക്ക് സ്കീം, കിഷൻ ഊർജ സുരക്ഷ ഇവം ഉത്തം മഹനീയം, PM കുസും. ഇതൊക്കെ എന്താണ്, ഈ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ സോളാർ എനർജി ഒക്കെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആര് കൊണ്ടുവന്നാണ്? ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രൊജക്ടുകളാണ് എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്? ഇത്തരം സ്കീമുകളുടെ എന്താണ് പ്രത്യേകതയാണ്. ക്ലിയർ? അപ്പൊ അത്തരം സ്കീമുകൾ ചിലപ്പോൾ ചോദിക്കാം, എന്താണ് ഗവൺമെന്റ് സോളാർ എനർജിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സ്കീം ഏതൊക്കെയെന്ന് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെ സ്കീമുകളാണ്. ചിലപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സ് സൈഡിൽ നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് സ്റ്റാറ്റിക് GK സൈഡിൽ നിന്നായിരിക്കും അല്ലെ. നമുക്കറിയാം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്റ്റാറ്റിക് GK എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ സ്റ്റാറ്റിക് GK എന്നായിരിക്കും എന്ത് ചെയ്യുക, ഇത്തരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 108 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? The President of India recently addressed joint sitting of both houses of Parliament. It was the first time he addressed the newly elected 18th Lok Sabha. അല്ലെ, നമുക്കറിയാം നിലവിൽ എന്ത് ചെയ്തു, 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഇന്ത്യയിൽ എന്താണ് 18ാമത്തെ എന്ത് കഴിഞ്ഞു, ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു. അടുത്ത ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്തി. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോ പ്രസിഡന്റ് എന്ത് ചെയ്യണം, ഒരു അഡ്രസ് കൊടുക്കണം. അതായത് പ്രസിഡൻഷ്യൽ അഡ്രസ് എന്നുള്ള പേരിൽ ഈ പുതിയ ഗവൺമെന്റിനെ വെൽക്കം ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മോഷൻ ഓഫ് താങ്ക്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? മോഷൻ ഓഫ് താങ്ക്സ്. ഓക്കെ, അപ്പൊ ഈ മോഷൻ ഓഫ് താങ്ക്സ് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലോകസഭയെയും അതുപോലെ തന്നെ രാജ്യസഭയെയും എന്ത് ചെയ്തു, പ്രസിഡന്റ് വിളിച്ചു ചേർത്ത് ഒരു സിംഗിൾ ഹാളിൽ ഇരുത്തുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്,
ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള പേരിൽ. ഓക്കെ, എന്താണ്? ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അഥവാ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 108 ഇതിനെ കുറിച്ച് പറയുന്നത്. ഈ ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി ഇതില് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, ജോയിന്റ് സിറ്റിംഗ് ആയി മാറാം. ഓക്കെ, രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, ജോയിന്റ് സിറ്റിംഗ് വരാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ രണ്ട് രീതിയിൽ ജോയിന്റ് സിറ്റിംഗ് വരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണമായിട്ട് ഒന്ന് ആർട്ടിക്കിൾ 87 ആണ്. ശ്രദ്ധിക്കുക, ഈ ആർട്ടിക്കിൾ 87 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മോഷൻ ഓഫ് താങ്ക്സ് ആണ്, അഥവാ പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. ആ സമയത്ത് ഒരു ജോയിന്റ് സിറ്റിംഗ് വരാം. അതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ ഏതെങ്കിലും സഭയിൽ ബില്ല് പാസ്സായില്ല എന്ന് വെക്കാം. ഉദാഹരണമായിട്ട് ലോകസഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലൊക്കെ ഒരു ഓർഡിനറി ബില്ല് പാസ്സാവാതെ വരുമ്പോഴും എന്ത് ചെയ്യാം, ഒരു ജോയിന്റ് സിറ്റിംഗ് വരാം. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 87 ഇതിനെ കുറിച്ച് പറയുന്നത്, പ്രസിഡൻഷ്യൽ അഡ്രസ്സിനെ കുറിച്ച് പറയുന്നത്. ഈ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിച്ചത്, മോഷൻ ഓഫ് താങ്ക്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നു. ഓക്കെ, എന്ത് പേരിലാണ്, മോഷൻ ഓഫ് താങ്ക്സ് എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്ത് വിശേഷിപ്പിച്ചത്. ഇനി ഈ പ്രസിഡന്റ് അഡ്രസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ജനറൽ ഇലക്ഷന് ശേഷം ഒന്നെങ്കിൽ രണ്ട് രീതിയിലാവാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു വർഷത്തിൽ സഭ ആദ്യമായിട്ട് സമ്മേളിക്കുമ്പോൾ ഈ പ്രസിഡന്റ് മോഷൻ ഓഫ് താങ്ക്സ് കൊടുക്കും. ആദ്യമായി സമ്മേളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വർഷം ലോക്സഭയിലും രാജ്യസഭയിലും കൂടി 3 സെഷനാണുള്ളത്. അതിൽ ആദ്യത്തെ സെഷനാണ് ഏത്, ബഡ്ജറ്റ് സെഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ സെഷനാണ് ഏത്, ബഡ്ജറ്റ് സെഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ ബഡ്ജറ്റ് സെഷൻ സമയത്ത് എന്ത് ചെയ്യും, പ്രസിഡന്റ് എന്ത് ചെയ്യാറുണ്ട്, ഒരു മോഷൻ ഓഫ് താങ്ക്സ് എന്ത് ചെയ്യാറുണ്ട്, ഡെലിവറി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പുതിയ ഗവൺമെന്റ്, ഓക്കെ, എന്താണ്, പുതിയ ഗവൺമെന്റ് എന്താണ് ഇലക്ട് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഈ മോഷൻ ഓഫ് താങ്ക്സ് എന്ത് ചെയ്യാറുണ്ട്, ഡെലിവറി ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 87 എന്ന് പറയുന്ന ഈ ആർട്ടിക്കിള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, 1951 എന്ത് ചെയ്യുന്നുണ്ട്, അമെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അമെൻമെന്റ് ആണ്. അതിൽ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സെഷൻസിലും, ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 3 സെഷൻസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, അതുപോലെ തന്നെ എന്താണ് വിന്റർ സെഷൻ. ഈ 3 സെഷൻസിലും എന്ത് ചെയ്യണ്ട, പ്രസിഡൻഷ്യൽ അഡ്രസ്സിന്റെ ആവശ്യമില്ല. ഏത് സെഷനാണോ പാർലമെന്റ് ഒരു വർഷത്തിൽ ആദ്യം തുടങ്ങുന്നത്, ആ സെഷനിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇത്തരം മോഷൻ ഓഫ് താങ്ക്സ് എന്ത് ചെയ്താൽ മതി, അവതരിപ്പിച്ചാൽ മതി എന്നും പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ അത്തരം കാര്യങ്ങളും ഏതിൽ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 87 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആർട്ടിക്കിൾ 108 പ്രകാരം എപ്പോഴൊക്കെയാണ് ജോയിന്റ് സെഷൻ സമ്മേളിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഹൗസ് ഒരു ബില്ല് റിജക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ എന്താണ് പ്രസിഡന്റ് ഒരു ബില്ല് എന്താണ് റിട്ടേൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 6 മാസമായിട്ടും ബില്ലിന്മേൽ മറുപടി ഇല്ലാതിരിക്കും. ഉദാഹരണമായിട്ട് ഇപ്പൊ ലോക്സഭയിൽ എന്ത് ചെയ്തു, ഒരു ബില്ല് പാസ്സാക്കി. ഓക്കെ, ഏതെങ്കിലും ഒരു ബില്ല് എന്ത് ചെയ്യുന്നു, ലോക്സഭയിൽ പാസ്സാക്കുന്നു, എന്നിട്ട് അത് എങ്ങോട്ട് അയക്കുന്നു, രാജ്യസഭയിലേക്ക് അയക്കുന്നു എന്ന് വെക്കുക. പക്ഷെ 6 മാസമായിട്ടും രാജ്യസഭ ഇതിന് മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് വിളിച്ചു ചേർക്കും, ജോയിന്റ് സെഷൻ എന്ത് ചെയ്യും, വിളിച്ചു ചേർക്കും. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 108 പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ഒന്നാണ് ഇത് താരിഫ് റേറ്റ് കോട്ട അഥവാ TRQ. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെന്റ് ഇന്ത്യ ഹാസ് അലൗഡ് ലിമിറ്റ് ഇമ്പോർട്ട്സ് ഓഫ് കോൺ, ക്രൂഡ്, സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് റപ്രസ്ഡ് ഓയിൽ ആൻഡ് മിൽക്ക് പൗഡർ അണ്ടർ ദ താരിഫ് റേറ്റ് കോട്ട TRQ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? താരിഫ് റേറ്റ് കോട്ട എന്ന് പറയുന്ന ഒരു പോളിസി ടൂളാണ്. ഉദാഹരണമായിട്ട് എന്താണ്, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പല സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പല സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ചില സാധനങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇഷ്യൂസ് ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഇഷ്യൂസ് സൃഷ്ടിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഈ അഗ്രികൾച്ചറുമായി റിലേറ്റ് ചെയ്ത പ്രൊഡക്റ്റുകളാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വെക്കുക. അതിന് ഇവിടത്തേക്കാൾ വില കുറവാണെന്നുണ്ടെങ്കിൽ അധികം ആളുകളും ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ വാങ്ങും. അപ്പൊ എന്ത് ചെയ്യും, അത് ഫാർമേഴ്സിനെ എന്ത് ചെയ്യും, പ്രതികൂലമായിട്ട് ബാധിക്കും.
ആ സമയത്ത് ഈ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ താരിഫ് ആര് കൂട്ടും? ഗവൺമെന്റ് എന്ത് ചെയ്തു? ഉയർത്തും. അങ്ങനെ ഉയർത്തിയിട്ട് ആ ഇമ്പോർട്ടിനെ എന്ത് ചെയ്യും? കുറയ്ക്കും. അത് ആരെ ഹെൽപ്പ് ചെയ്യും? ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അത്തരത്തില് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് ഏത് എന്ന് വിളിക്കുന്നത്? ഈ താരിഫ് എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് അവർ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടക്ട് അവർ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു ടൂൾ ആര് ഉപയോഗിക്കുന്നത്? ഗവൺമെന്റ് ഉപയോഗിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ഇത്, ഇന്ത്യസ് ലാർജസ്റ്റ് ലിയോപാഡ് സഫാരി. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? റീസെന്റ് ഇന്ത്യസ് ലാർജസ്റ്റ് ലിയോപാഡ് സഫാരി ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് അറ്റ് ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക് BBP ഇൻ ബാംഗ്ലൂരു, കർണാടക. ഓക്കെ, ഇനി ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താണ്? നമുക്ക് നോക്കാം എന്താണ്. ദ ലിയോപാഡ് സഫാരി അറ്റ് BBP കവേഴ്സ് ഏരിയ ഓഫ് 20 hectares. It features an undulating terrain with a naturally occurring rocky formation and partially deciduous forest, and it is currently home of 8 leopards. Okay, ഏകദേശം നിലവിൽ ഇത് ഈ BBP-ല് എത്ര ലിയോപാഡ്സിനെ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളമാണ്? 8 ലിയോപാഡ്സിനെയാണ് കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഈ BBP എന്ന് പറയുന്നത് എവിടുന്ന് സെപ്പറേറ്റ് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബനാർഘട്ട നാഷണൽ പാർക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താണ് ഏതെന്ന് വിളിക്കുന്നത്? ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാൽ ഈ BNP-യിൽ നിന്ന് അഥവാ ബനാർഘട്ട നാഷണൽ പാർക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താണ് ഇത് BBP എന്ന് വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, 2004 എന്ത് ചെയ്യുന്നത്? ഇത് സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ എപ്പോഴാണ് സെപ്പറേഷൻ നടന്നു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ്? 2004. ഇനി എപ്പോഴാണ് ബനാർഘട്ട നാഷണൽ പാർക്കിന് നാഷണൽ പാർക്ക് എന്നുള്ള സ്റ്റാറ്റസ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്? 1974 ഏത് സ്റ്റാറ്റസ് കിട്ടുന്നത്? നാഷണൽ പാർക്ക് എന്നുള്ള സ്റ്റാറ്റസ് കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ഈസ് ദ ഹോം ഓഫ് ഫ്രീ റേഞ്ചിങ് ലിയോപാഡ്സ്. പന്താര പാർഡസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിന് 4 സെക്ഷൻസ് ആണല്ലോ. ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏതാണ്? ദ സൂ, 2 ഏതാണ്? സഫാരി, 3 ഏതാണ്? ബട്ടർഫ്ലൈ പാർക്ക്, അതുപോലെ തന്നെ 4 ഏതാണ്? റെസ്ക്യൂ സെന്റർ. അങ്ങനെ 4 സെക്ഷൻസ് ആണ് ഉള്ളതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിന്റെ ബൗണ്ടറീസിൽ കാണപ്പെടുന്ന ഏതാണ്? ചമ്പൽ കർമ്മ ഹിൽസ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിന്റെ ബൗണ്ടറീസിൽ കാണുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ഇത്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഓഫ് 1985 എന്ന് വിളിക്കുന്ന. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതെന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇത്തരം ഒരു ന്യൂസ് വരാനുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് ഇതൊരു ന്യൂസ് ആവാനുള്ള കാരണം എന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഇതൊരു ന്യൂസ് ആവാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്? റീസെന്റ് ദ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം UNODC released its World Drug Report 2024, drawing global attention to escalating concerns with the international drug landscape. ഇതാണ് എന്താണ് ഇതൊരു ന്യൂസായി വരാനുള്ള എന്താണ് റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് വിളിക്കുന്നത്? 1985 എന്ത് ചെയ്യുന്നത് ഈ ഒരു നിയമം നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാം. ഓക്കെ, ഇത് എന്തിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാർക്കോട്ടിക് ഡ്രഗ്സോ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെയോ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, കൺസംഷൻ തുടങ്ങിയവയാണ് എന്ത് ചെയ്യുന്നത് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. കൂടാതെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനോ മാനുഫാക്ചറിങ് ചെയ്യുന്നതിനോ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതും എന്തായി കണക്കാക്കുന്നുണ്ട്? ഈ നിയമപ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്രൈമായി കണക്കാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ പേഴ്സൺസ് ഗിൽറ്റി ആണ്, തെറ്റുകാരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 10 വർഷം വരെയുള്ള ശിക്ഷ എന്താണ് ലഭിക്കാവുന്നതാണ്. അത് ഏത് വരെ നീളാം? 20 വർഷം വരെ നീളാം. കൂടാതെ ഏകദേശം 1 ലക്ഷം രൂപയായിരിക്കും ഇതിനെന്ത് കൊടുക്കുന്ന ഫൈൻ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിലൂടെ ഉണ്ടാക്കുന്ന ഏതൊരു പ്രോപ്പർട്ടിയും, അതായത് ഇത്തരം തെറ്റായ പ്രവൃത്തികളിലൂടെ ഉണ്ടാക്കുന്ന ഏതൊരു പ്രോപ്പർട്ടിയും പിടിച്ചെടുക്കാൻ ആൾക്ക് അധികാരമുണ്ടായിരിക്കും?
ഗവൺമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നുള്ളതാണ്. 1986 നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത് ഇന്റർനാഷണൽ MSME ഡേ 2024 എന്ന് വിളിക്കുന്നത്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെന്റ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഇന്റർനാഷണൽ MSME ഡേ 27th ജൂൺ, അതായത് എന്താണ് MSME എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? MSME എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആണ്. ഇതിന്റെ ഡേ എന്ത് ചെയ്തു? 27th ജൂൺ എന്ത് ചെയ്തു? സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആര്? മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ മീഡിയം ആൻഡ് എന്റർപ്രൈസസ്. അതുപോലെ തന്നെ അതിന്റെ പേരിൽ ഓർഗനൈസ് ചെയ്താണ് ഉദ്യമി ഭാരത് MSME ഡേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് MSME ഡെവലപ്മെന്റ് ആക്ട് 2006 അണ്ടറിൽ വരുന്നതാണ്. ഇതാണ് ഇത് ന്യൂസായി വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിനെ ഇന്റർനാഷണൽ ലെവലിന്റെ ഭാഗമാവുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിനെ ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 27th ജൂണിൽ തന്നെയാണ്. MSME ഒരു എക്കോണമിയിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള എന്ത് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നമ്മൾ ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒക്കെ വരുമ്പോൾ അതിന്റെ ആ വർഷത്തെ തീം എന്താണ് എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ശ്രദ്ധിക്കുക, MSME ഡേയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ലിവറേജിംഗ് പവർ ആൻഡ് റിലയൻസ് ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സീസ്ഡ് എന്റർപ്രൈസസ് MSMEs ടു accelerate sustainable development and eradicate poverty in times of multiple crisis. ഇതാണ് ഇതിന്റെ പ്രാശസ്ത്യം. എന്താണ് തീം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ഇപ്രാവശ്യത്തെ തീം, അല്ലെങ്കിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ആയ തീം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, സാധാരണഗതിയിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. തീം എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി ഈ MSME ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഏതൊക്കെ രീതിയിലുള്ള പ്രൊജക്ടുകളാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് റൈസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പെർഫോമൻസ്, ദാറ്റ് മീൻസ് റാമ്പ് സ്കീം. അതുപോലെ തന്നെ എന്താണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ മീഡിയം എന്റർപ്രൈസസ് CGTMSE, ഇൻട്രസ്റ്റ് സബ്സിഡി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ISEC, a scheme for promoting innovation, rural industry entrepreneurship Aspire, credit linked capacity subsidy for technology upgradation CLCSSS, zero deficit and zero effect ZED and Champions Portal. ഓക്കെ, ഇതൊക്കെയാണ് ഏതിന്റെ ഭാഗമായിട്ട് വരുന്നത്, MSME സ്കീമിന്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ചിലപ്പോൾ ചോദിക്കാറുണ്ട് MSME ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രൊജക്ടുകൾ ഏതൊക്കെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാൻ എന്തുണ്ട്, സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് ന്യൂസ് എന്താണ്, ന്യൂ ക്രിമിനൽ ലോസ് കം ഇൻ ടു ഫോഴ്സ്. ഓക്കെ, പുതിയ 3 നിയമങ്ങളാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? റീസെന്റ് ഇനാക്റ്റഡ് 3 ന്യൂ ക്രിമിനൽ ലോസ്, ഭാരതീയ ന്യായ സംഹിത BNS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS, ഭാരതീയ സാക്ഷ്യ അധിനിയം BSA തുടങ്ങിയ നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. 2024 ജൂലൈ 1 മുതലാണ് എന്ത് ചെയ്യുന്നത്, ഇത് നിലവിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുക. ക്രമപ്രകാരം പറയുകയാണെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ CRPC റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഏത് വരുന്നത്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഏത് വരുന്നത്, ഏറ്റവും പുതിയ ക്രിമിനൽ പ്രൊസീജിയേഴ്സിൽ ഒന്നായി കഴിഞ്ഞ ഏതാണ്, ഭാരതീയ സാക്ഷ്യ അധിനിയം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഷോർട്ട് കോഡുകൾ ഓർത്ത് വയ്ക്കാം. IPCക്ക് പകരം ഏതായി വന്നു, BNS വന്നു. CRPCക്ക് പകരം ഏത് വന്നു, BNSS വന്നു. ആൻഡ് അതുപോലെ തന്നെ എവിഡൻസ് ആക്ടിന് പകരം ഏത് വന്നു, BSA വന്നു. ക്ലിയർ. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിത തുടങ്ങിയവയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. For the time being, police officers are being asked to invoke other allied sections under the BNS, such as wrongful confinement and physical hurt, if they get such complaints until an amendment brought the correct its anomaly എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണെന്നുള്ള.
ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂലൈ 1 മുതലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് നിലവിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പറയുന്ന മറ്റൊരു പോയിന്റ് എന്താണ്, ദ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്, that means FIR can now filed through an crime and criminal tracking network system CCTNSS allowing EFIR, zero FIR in multiple languages without needing to visit a police station എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ് ഹാവ് ബീൻ ഡൺ ഫോർ ഓൾ സ്റ്റേറ്റ്സ് ടു ഹെൽപ്പ് ദം അഡാപ്റ്റ് ന്യൂ സിസ്റ്റം. ഇത് ഇതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് വൈൽ ദ ഹോം മിനിസ്ട്രി ഈസ് ടെസ്റ്റിംഗ് eSakshya, a mobile app for police to record and upload the crime scene evidence, various states have been developed their own system based on their capacities എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്താണ്, ഡൽഹി പോലീസ് ഡെവലപ്പ് ചെയ്ത എന്താണ് ഈ പരൻ അപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് എക്സാമ്പിൾ ആണ്. സോറി, പ്രത്യേകതയല്ല, ഇതിന്റെ എന്താണ് എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് ഡേ. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 13th June to commemorate the Tunguska event in 1908 and aims to raise awareness about the threat of asteroid impacts. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. ഇനി ഈ ഇവന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് തുംഗസ്ക എന്ന് പറയുന്നത് എന്താണ്, ആസ്ട്രോയിഡ് എക്സ്പ്ലോഷൻ ആണ്, സൈബീരിയയിൽ നടന്നാണ്. ഇതിൽ ഏകദേശം 80 മില്യൺ ട്രീസ് 830 സ്ക്വയേഴ്സിലായിട്ട് നശിച്ചിട്ടുണ്ട്. ഇത് എക്സ്പ്ലോഷൻ എന്ത് ചെയ്തു, മിനിമൽ ഹ്യൂമൻ കാഷ്വാലിറ്റീസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, റിപ്പോർട്ട് ചെയ്തുള്ളൂ, കാരണം അതൊരു റിമോട്ട് ലൊക്കേഷൻ ആയിരുന്നു എന്നുള്ളതുകൊണ്ട്. ഇനി ഇതിന്റെ റിക്കോഗ്നിഷനിലേക്ക് പോവുകയാണെങ്കിൽ, യുണൈറ്റഡ് നേഷൻസ് ആണ് 2016 എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ എഫേർട്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് ഡേ എന്നുള്ള ആശയത്തിന് തുടക്കം കുറിക്കുന്നത്. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ്, എ collision of near earth object with the earth is only natural disaster humanity could completely prevent എന്നുള്ളതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ഇതിന്റെ ഇമ്പോർട്ടന്റ് ഭാഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ് കോമാറ്റ്, എന്താണ് മെട്രോയിഡ്, അല്ലെങ്കിൽ എന്താണ് മെട്രോ റൈറ്റ് എന്നൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. എന്താണ് ഒരു കോമാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ കോമാറ്റ് ഈസ് എ മാസ് ഓഫ് ഐസ്, റോക്ക് ആൻഡ് ഡസ്റ്റ് ആൻഡ് ഓഫ്റ്റൻ ഹാസ് tail that is made up of dust and other materials ആണ്. മെട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെട്രോയിഡ്സ് ആർ യൂഷ്വലി fragments of asteroids or comets, often smaller than 1 meter wide, that fly through space ആണ്. ആൻഡ് മെട്രോറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, if a meteorite doesn't completely burn up in the earth atmosphere, the fragment found on earth is called meteorite ആണ്. ഇനി ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, an asteroid is made up of metallic or non-metallic rocks and orbit the sun. They can range in the size of form the new sediments wide to almost 1,000 kilometers across ആണ്. മെറ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ മെറ്റോർ ഈസ് എ മെട്രോയിഡ് ദാറ്റ് entire earth atmosphere. It burns up as it travels through the atmosphere, producing a streak of light behind it എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്താണ് ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് സാർക്ക്. ഇനി എന്താണ് സാർക്ക് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്? റീസെന്റ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഹാസ് ഡിസൈഡഡ് ടു പുട്ട് ഇൻ എ പ്ലേസ് ടു റിവൈസ്ഡ് ഫ്രെയിംവർക്ക് ഫോർ കറൻസി സ്വാപ്പ് അറേഞ്ച്മെന്റ്സ് ഫോർ സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ കൺട്രീസ് ഫോർ ദ പീരീഡ് ഓഫ് 2024 to 2027. ഇതാണ് സാർക്ക് എന്തിൽ വരാനുള്ള കാരണം, ഒരു ന്യൂസ് ആയിട്ട് വരാനുള്ള കാരണം. എന്താണ് സാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർക്ക് എന്ന് പറയുന്നത് എന്താണ്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ് ഇതെന്ന് വിളിക്കുന്നത്, സാർക്ക് എന്ന് വിളിക്കുന്നത്. ഇനി ഇതെന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ധാക്ക അഥവാ ബംഗ്ലാദേശിൽ നടന്ന സാർക്ക് ചാർട്ടറിൽ 1985 ഡിസംബർ 8 ഇത് നിലവിൽ വരുന്നത്, സാർക്ക് നിലവിൽ വരുന്നത്. ഇതിന്റെ മെമ്പർ കൺട്രീസ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽഡീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഇത്രയും ആളുകളാണ് ഇതിന്റെ മെമ്പർ കൺട്രീസ് ആയിട്ട് എന്ത് ചെയ്യുന്ന വരുന്നത്. ഇതിന്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഇതിന്റെ സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റുക. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ടു പ്രൊമോട്ട്
the welfare of the people of South Asia to improve their quality of life and accelerate economic growth among other things എന്നുള്ളതാണ് ഏതിന്റെ എന്ന് പറയുന്നത്, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത് നാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? റീസെന്റ് ദ ഒഡീഷ ഗവൺമെന്റ് ഡിസൈഡ് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഹോക്കി സ്പോൺസർഷിപ്പ് അണ്ടിൽ ദ 2036, which marks the century of Odisha's formation as a state in 1936. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാനുള്ളത് എന്താണ് നാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ കോമ്പോസിഷൻ, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ കൺട്രീസ് സോൾ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് രജിസ്റ്റർ ആണത്. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ 2008 ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 2018 നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, 2013 കമ്പനീസ് ആക്ടിന്റെ നിയമപ്രകാരമാണ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഇതിലെല്ലാം നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവരുടെ അധികാരങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കണം. അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദ NFRA ഹാസ് ദ സെയിം പവേഴ്സ് ആസ് ദ സിവിൽ കോർട്ട്. അതായത് ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാൽ ഇതെന്താണ്, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, സെമി ജുഡീഷ്യൽ ബോഡി. എന്താണ് ക്വാസി ജുഡീഷ്യൽ ഓർ സെമി ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സിവിൽ കോർട്ടിന്റെ അധികാരമുള്ള സ്ഥാപനമാണ് എന്നർത്ഥം. കൂടാതെ എന്താണ്, debarring the member from the participate the member of the ICSI between 6 months to 10 years may be decided ആണ്. എന്താണ്, to investigate the matter of professional or other misconduct ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏത് നോക്കാനുള്ളത്, നാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്, റിക്കോഗ്നൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആണ് ഏതെന്ന് വിളിക്കുന്നത്, നെക്സ്റ്റ് ന്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം, അതായത് നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ഇന്ത്യ എന്നുള്ള രാജ്യം നിലവിൽ വരുമ്പോൾ അല്ല അവിടെ എന്തുണ്ടായിരുന്നില്ല, സംസ്ഥാനങ്ങളുടെ കൃത്യമായ വേർതിരിവ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ വേർതിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട വന്ന 1-2 ന്യൂസുകളാണ് നമ്മൾ ഇതിനെ എന്താക്കി എടുക്കാനുള്ള കാരണം, ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആയിട്ട് എന്താണ് എടുക്കാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ചിലപ്പോ സ്റ്റാറ്റിക് GK എന്നൊക്കെ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കുന്ന എവിടെ നിന്നായിരിക്കും, സ്റ്റാറ്റിക് GK എന്നായിരിക്കും. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യം സംസ്ഥാനങ്ങളെ ABCD ക്ലാസിഫിക്കേഷനിലാണ് എന്ത് ചെയ്തിരുന്നത്, വേർതിരിച്ചിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് വേർതിരിച്ചിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ABCD ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. പാർട്ട് A എന്ന് വിളിക്കുന്നത് എന്താണ്, അത് ഗവർണർ റൂൾ ചെയ്യുന്നതായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇലക്ടഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആണ് കാണാൻ പറ്റുക. ആന്ധ്രാപ്രദേശ് 1953 ആദ്യം നിലവിൽ വരുന്നത്. പിന്നെ പാർട്ട് B എന്തായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. പാർട്ട് C എന്തായിരുന്നു, ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഷൻസ് ആയിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു. പാർട്ട് D ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ് ആയിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 1956 ശേഷം അല്ലെ, അതായത് ഇന്ത്യയിലെ 7ാമത്തെ ഭരണഘടനാ ഭേദഗതി 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന് ശേഷം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, 14 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ എന്താണ് 6 യൂണിയൻ ടെറിട്ടറീസുമാണ് എന്ത് ചെയ്യുന്നത്, രൂപം കൊള്ളുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അത് ആരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു, ഫസൽ അലി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു. ഓക്കെ, ഫസൽ അലി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ ചോദിക്കാം ഇന്ത്യയിൽ നിലവിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റ് സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്ന എത്രയാണ്, നിലവില് 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസ് ആണ് ആർക്കുള്ളത്, നമുക്കുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ തന്നെ സ്റ്റേറ്റ്സ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഗുജറാത്തും മഹാരാഷ്ട്രയും ഉണ്ടാവുന്ന എവിടുന്നാണ്, ബോംബെ എന്നാണ്. ബോംബെ റിയോർഗനൈസേഷൻ ആക്ട് 1960 നാഗാലാൻഡ് ഉണ്ടാവുന്ന എവിടുന്നാണ്, ആസാമിൽ നിന്നാണ്.
നാഗാലാൻഡ് ആക്ട് 1962 അതുപോലെ തന്നെ എന്താണ് ഹരിയാന പഞ്ചാബ് എന്നാണ് ഉണ്ടാവുന്നത് 1966. മധ്യപ്രദേശ് വരുന്നത് എവിടുന്നാണ്? ആസാം എന്നാണ് 1971. ഛത്തീസ്ഗഡ് വരുന്നത് എവിടുന്നാണ്? മധ്യപ്രദേശ് എന്നാണ് 2000. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് സെയിം ആൻഡ് ജാർഖണ്ഡ് സെയിം. ആൻഡ് തെലങ്കാന വരുന്ന എന്താണ്? ആന്ധ്രാപ്രദേശ് റിയോർഗനൈസേഷൻ ആക്ട് 2014 അതുപോലെ തന്നെ ഗ്രാൻഡിങ് സ്റ്റേറ്റ് ഹുഡ് കൊടുത്ത ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1970 ഹിമാചൽ പ്രദേശ്, 71 മണിപ്പൂർ ത്രിപുര, അതുപോലെ തന്നെ 75 സിക്കിം, 86 മിസോറം, സെയിം 86 അരുണാചൽ പ്രദേശ്, അതുപോലെ തന്നെ 87 ഗോവ. യൂണിയൻ ടെറിട്ടറീസിൽ രൂപം കൊള്ളുന്ന ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 1956 ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ്, ഡൽഹി, ലക്ഷദ്വീപ് തുടങ്ങിയവ. ഓക്കെ. 1962 എന്താണ്? പുതുച്ചേരി, 1966 ചണ്ഡീഗഡ്, 2019 ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്, 2020 എന്താണ്? ദാദ്ര നഗർ ഹാവേലി ആൻഡ് ഡാമൻ ആൻഡ് ദിയു. ഇത്രയും യൂണിയൻ ടെറിട്ടറീസും രൂപം കൊള്ളുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാം. ഇതിന്റെ വർഷമൊക്കെ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ അതിന്റെ വർഷമൊക്കെ എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യാം, നോക്കി വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഫൗണ്ടേഷൻ ഡേ ഓഫ് പുതുച്ചേരിയാണ് നെക്സ്റ്റ് ന്യൂസ്. എന്താണ് പറയുന്നത്? എവറി ഇയർ ദ 1st July ഈസ് മാർക്ക്ഡ് ആസ് ദി ഫൗണ്ടേഷൻ ഡേ ഓഫ് പുതുച്ചേരി ആസ് ഓൺ ദ ഡേ ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആക്ട് 1963 providing Puducherry with legislative assemblies and council of ministers came into force. ഇതാണ് ന്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇതാണ് പുതുച്ചേരിയുടെ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ? ഇനി നമുക്ക് നോക്കാം, എന്നാണ് പുതുച്ചേരി ഒരു യൂണിയൻ ടെറിട്ടറിയായിട്ട് രൂപം കൊള്ളുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ്? 1962 എന്ത് ചെയ്യുന്നത്? പുതുച്ചേരി രൂപം കൊള്ളുന്നത്. ഓക്കെ. ഈ പുതുച്ചേരി, കാരക്കൽ, മാഹി, യാനമൊക്കെ എന്തായിരുന്നു? ഫ്രഞ്ച് കോളനീസ് ആയിരുന്നു എന്നുള്ളതാണ്. ഇനി പുതുച്ചേരി ആൻഡ് കാരക്കൽ റീജിയൻ സറൗണ്ടഡ് ബൈ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടാണ്. മാഹി എന്ന് പറയുന്ന എവിടെയാണ്? സ്റ്റേറ്റ് ഓഫ് കേരളയിലും. യാനം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലുമാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്താ? ടു അക്കോമഡേറ്റ് ഡൈവേഴ്സ് കൾച്ചർ ഡ്യൂ ടു ഇറ്റ്സ് മൾട്ടി സ്റ്റേറ്റ് ലൊക്കേഷൻ എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ. അതുപോലെ പുതുച്ചേരി ഹാസ് ബീൻ റിയോർഗനൈസ്ഡ് ആസ് യൂണിയൻ ടെറിട്ടറി. നിലവിൽ എന്താണ്? ഒരു യൂണിയൻ ടെറിട്ടറി തന്നെയാണ് ഏത് എന്ന് വിളിക്കുന്നത്? പുതുച്ചേരി എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് ആണ്, BIS ആണ്. എന്താണ് ന്യൂസ് വരാനുള്ള കാരണം? റീസെന്റ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഹാസ് ജോയിൻഡ് പ്രൊജക്ട് നെക്സസ്, എ മൾട്ടിലാറ്ററൽ ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ് ടു ഇനേബിൾ ഇൻസ്റ്റന്റ് ക്രോസ് ബോർഡർ റീറ്റെയിൽ പേയ്മെന്റ് ബൈ ഇന്റർലിങ്കിങ് ഡൊമസ്റ്റിക് ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം. ഇതാണ് ഇത് ന്യൂസ് ആയിട്ട് വരാനുള്ള എന്താണ് റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ. നമുക്ക് നോക്കാം എന്താണ് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്. 1930 ഏത് രൂപീകരിക്കുന്നത്? ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് രൂപീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഏകദേശം 63ഓളം സെൻട്രൽ ബാങ്കുകളുടെ കൂട്ടായ്മയാണ് ഇത് എന്ന് വിളിക്കുന്നത് BIS അഥവാ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഏകദേശം നമ്മുടെ ലോകത്തെ GDPയുടെ 95% വരുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടുന്നാണ്? BIS ൽ നിന്നാണ്, അഥവാ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് എന്നാണ്. ഇനി ഇതിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലെ ബസലിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിന്റെ 2 റെപ്രസെന്റേറ്റീവ് ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എവിടെയാണ്? ഹോങ്കോങ് ആൻഡ് 2 എവിടെയാണ്? മെക്സിക്കോ സിറ്റിയിലാണ്. ഓക്കെ. ഇനി ഇവരുടെ ഒരു പ്രൊജക്റ്റ് ആണ് ഇത് ഇന്നോവേഷൻ BIS 2025 എന്ന് വിളിക്കുന്നത്. എന്താണ്? ഇറ്റ്സ് എ മീഡിയം ടൈം സ്ട്രാറ്റജി ദാറ്റ് ലിവറേജസ് ടെക്നോളജി ആൻഡ് ദ new collaboration channels to serve the central banking community in the fast changing world. Okay. അതുപോലെ തന്നെ എന്താണ്? The Basel Banking Accords are global rules set up by the Basel Committee on Banking Supervision operating under the Bank for International Settlements in the Basel, Switzerland, providing the guidelines for the best practices in banking എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ. ഇതാണ് നെക്സ്റ്റ് ന്യൂസ്. ഡിജിറ്റൽ പേയ്മെന്റ്സിനെ കുറിച്ച് വന്ന ന്യൂസ് ആണ് ഇതിനെ കറണ്ട് അഫെയർ ആയി എടുക്കാനുള്ള കാരണം. ഓക്കെ. ഇനി ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് ആണെങ്കിൽ വളരെ വലിയ രീതിയിൽ തന്നെ എന്താണ് ഒരു ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇതിനെ പ്രധാനമായിട്ടും ഇത് പ്രധാനമായിട്ടും ആരുടെ അണ്ടറിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NPCIയുടെ അണ്ടറിലാണ് വരുന്നത്. എന്താണ് NPCI എന്ന് പറയുന്നത്?
NPCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, എന്താണ്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട NPCIയുടെ അണ്ടറിൽ പ്രധാനമായിട്ടും വരുന്ന ഒന്നാണ് ഏത്? IMPS. ഇത് ഫോർ റീറ്റെയിൽ കസ്റ്റമേഴ്സിനുള്ളതാണ്. ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം വരെയാണ്. ഇതിന്റെ ഫീസ് ഉണ്ടാവും, കൂടെ GST ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 24/7 ഇൻസ്റ്റന്റ് സെറ്റിൽമെന്റ് ആണ്. ഇത് ബാങ്ക്, WPI, മൊബൈൽ വാലറ്റ് കമ്പനീസിനൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ വരുന്നതാണ് UPI എന്ന് വിളിക്കുന്നത്. ഏകദേശം IMPS പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഇത് പുഷ് ആൻഡ് പുൾ ട്രാൻസാക്ഷൻസ് ആണ്. ഇത് അതുപോലെ തന്നെ ഫ്രാൻസ്, UAE, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയാണ് UPI ലൈറ്റ് പ്ലസ് NFC ഫോർ ഓഫ്ലൈൻ പേയ്മെന്റ് ഉള്ളതാണ്. ഭീം UPI എന്ന് പറയുന്നത് എന്താണ്? ഒരു മണി ട്രാൻസ്ഫർ ആപ്പാണ് ഇവരുടെ. ഇനി റുപ്പേ കാർഡ് പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ട്. അത് റുപ്പേ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഇത് 3 ചാനലുകളിലാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുക. ATM പോയിന്റ് ഓഫ് സെയിൽ ഡിവൈസസ്, അതുപോലെ തന്നെ ഓൺലൈൻ പോർട്ടൽസ്. ഇത് ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? PMJDY അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്? ഫോറിൻ കൺട്രീസ് ആയ മാർഷൽസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് മിസലേനിയസ് ഇനിഷ്യേറ്റീവ്സ്. ഇവരുടെ ഭാഗമായി വരുന്ന ഏതൊക്കെയാണ്? ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം, BBPS ആൻഡ് യൂണിഫൈഡ് പ്രസന്റ് മാനേജ്മെന്റ് സിസ്റ്റം, UMPS, നാഷണൽ ഇലക്ട്രിക് ടോൾ കളക്ഷൻ, NETC, പായ് ചാറ്റ്ബോട്ട്, ഭാരത് ക്യൂവ, ഇ-റുപ്പി, ആധാർ പേയ്മെന്റ് ബ്രിഡ്ജ്, ആധാർ ഇനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ഒക്കെ ഇവരുടെ. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBIയുടെ അണ്ടറിൽ ഏതൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആണ്. RTGS ആണ് വരുന്നത്. 2 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാം? എഴുതാക്കാം. അതിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അയക്കാൻ പറ്റില്ല. 24/7 ഇൻസ്റ്റന്റ് പേയ്മെന്റ് ആണ്. ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ്ങിന് വേണ്ടതാണ്. പിന്നെ വരുന്നതാണ് ഏത്? ലൈറ്റ് വെയിറ്റ് പേയ്മെന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം. ഇത് RBIയുടെ എമർജൻസി ആൾട്ടർനേറ്റീവ് ആണ്. NEFT RTGS എന്നുള്ള പേരിൽ ടെമ്പററി പോർട്ടബിൾ സൊല്യൂഷൻ ആണ്. പിന്നെ വരുന്നതാണ് ഏത്? NEFT എന്താണ്? ഫോർ മിഡ് റേഞ്ച് ട്രാൻസാക്ഷൻസ് ആണ്. ഫീസ് ഒന്നുമില്ല. 24/7 സെറ്റിൽമെന്റ്സ് ആണ്. 30 മിനിറ്റ് ഇന്റർവെല്ലിൽ. ഇതാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് തന്നെയാണ്. അപ്പൊ ഇതിൽ ഇത്രയും പേയ്മെന്റ് മാത്രം നമ്മൾ, അല്ലെങ്കിൽ ഇത്രയും പോയിന്റ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആലോചിച്ച് വെച്ചാൽ മതി എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? സെൻസസ് ഡാറ്റ 2011 ആണ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെന്റ് the deadline to freeze administrative boundaries for the census expired without a new data announced, thus creating uncertainty around the timing of census exits. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് കാരണം എന്ന് പറയുന്നത്. ഇനി സെൻസസ് ഡാറ്റയിലേക്ക് 2011 ഡാറ്റയിലേക്ക് പോകണമെങ്കിൽ പോപ്പുലേഷൻ എത്രയാണ്? 17.7% ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. അതായത് 1.21 ബില്യൺ ആണ്. അതുപോലെ തന്നെ 73% ലിറ്ററസി ആണ്. അതിൽ വുമൺ ലിറ്ററസി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, മോർ ദാൻ മെൻ. പോപ്പുലേഷൻ ഡെൻസിറ്റി 352 ആണ് സ്ക്വയർ കിലോമീറ്ററിൽ കൂടിയിരിക്കുന്നത്. സെക്സ് റേഷ്യോ 940 ഫീമെയിൽസ് ആണ് 1000 മെയിൽസിനുള്ള. റിലീജിയസ് ഡെമോഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ 79.8% ഹിന്ദുസ്, 14.2% മുസ്ലിംസ്. ന്യൂ കാറ്റഗറിയായി നോ റിലീജിയനിലുള്ളത് എത്രയാണ്? 0.24% എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? കമ്മിറ്റി ടു റിവൈസ് ബേസ് ഇയർ ആണ് ന്യൂസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റീസെന്റ് എ കമ്മിറ്റി ടു ഓവർസീസ് ദ റിവിഷൻ ഓഫ് ദ ബേസ് ഇയർ ഫോർ നാഷണൽ അക്കൗണ്ട്സ് ഹാസ് ബീൻ സെറ്റപ്പ് ബൈ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മോസ്ഫി. എന്താണ്? ഒരു 26 അംഗ കമ്മിറ്റി എന്ത് പറഞ്ഞിട്ടുണ്ട്? ബിസ്വന്ത് ഗോൾഡറുടെ നേതൃത്വത്തിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ നിലവിൽ കണക്കാക്കുന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഓക്കെ, ഇതിന്റെ ബേസ് ഇയർ എന്ന് വിളിക്കുന്നത് എത്രയാണ് നിലവിൽ? 2011 to 12. നമുക്കറിയാം ബേസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് ഫ്ലക്ച്വേഷൻസോ ഇൻഫ്ലേഷൻസോ ഒന്നും ഇല്ലാത്ത വർഷത്തെയാണ് ബേസ് ഇയർ എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്ന് ഇതിനെ എത്രയാക്കണം എന്നാ പറയുന്നത്? 2020 2021 ആക്കണമെന്നാണ് നിലവിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. And this initiative to aim enhance the accuracy of economic analysis and policy formation, reviewing existing database and incorporating new idea sources ആണ്. അതുപോലെ തന്നെ എന്താണ്?
നിലവില് ആദ്യ കാലങ്ങളിൽ 2004 2005 ആയിരുന്നു. പിന്നെ നമ്മൾ 2011 12 ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ആക്കിയത് എന്തിന്റെ അണ്ടറിലായിരുന്നു? യുണൈറ്റഡ് നേഷൻ സിസ്റ്റം നാഷണൽ അക്കൗണ്ട്സിന്റെ അണ്ടറിലായിരുന്നു. നിലവിൽ അത് എത്രയാക്കാനാണ് പറഞ്ഞത്? 2021 ആക്കാനാണ് എന്ത് പോയിരിക്കുന്നത്? റെക്കമെൻഡേഷൻ പോയിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യ ബംഗ്ലാദേശ് കോർപ്പറേഷൻ ആണ്. എന്താണ് പറയുന്നത്? റീസെന്റ് during the visit of Bangladesh Prime Minister to India, the two countries agreed to begin dialogue on a comprehensive economic partnership agreement, paving the way for broader economic ties between the two neighboring economies. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യ ബംഗ്ലാദേശിന്റെ റീസെന്റ് ഡെവലപ്മെന്റുകൾ നോക്കാം. എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? റീഹാബിലിറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് pre-1965 റെയിൽ ലിങ്ക്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ഉണ്ട്. ഇനാഗ്രേഷൻ ഓഫ് അക്ഷര അഗർത്തല റെയിൽ ലിങ്ക് ഇൻ 2023. ഇത് ഏതൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? ബംഗ്ലാദേശ് ആൻഡ് ദ നോർത്ത് ഈസ്റ്റ് ത്രൂ ത്രിപുരയാണ്. അതുപോലെ തന്നെ 6th ബംഗ്ലാദേശ് ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് ആണ്. അതുപോലെ തന്നെ ബിംടെക്, അതായത് മാസ്റ്റർ പ്ലാൻ ഫോർ ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി കണക്ടിങ് ദ മേജർ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് ഇൻ എവിടേക്കാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ മൈത്രി സൂപ്പർ തെർമൽ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കാർഗോ ഫെസിലിറ്റീസ് ഉണ്ട് കുണ്ട്ല മോംഗ്ല പോർട്ട് വഴി. അതുപോലെ തന്നെ മോംഗ്ല പോർട്ടിനെ എന്ത് ചെയ്തു? റെയിലായിട്ട് ആദ്യ ടൈം കണക്ട് ചെയ്തു. അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ചസ് ഉണ്ട് ത്രൂ കോർപ്പറേഷൻ ലൈക്ക് ഇന്ദിരാഗാന്ധി കൾച്ചർ സെന്റർ വഴി. അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യൻ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ ട്രെയിനിങ് കോഴ്സസ് സ്കോളർഷിപ്പ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ബംഗ്ലാദേശിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? FATF ആണ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്? നമുക്ക് നോക്കി നോക്കാം. Recently, the Financial Action Task Force (FATF) issued a mutual evaluation report on India, approved during their plenary session in Singapore. The MER report specially assessed India's effort to combating money lending (ML), terrorist financing and proliferation finance. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇത് ഗ്ലോബൽ മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫൈനാൻസ് വാച്ച് ഡോഗ് ആണ്. 1989 ജൂലൈയിലാണ് ഇത് നിലവിൽ വരുന്നത്. 37 മെമ്പർ ജൂറിസ്ഡിക്ഷൻസും 2 റീജിയണൽ ഓർഗനൈസേഷൻസുമാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ഒന്ന് യൂറോപ്യൻ കമ്മീഷൻ, 2 ഗൾഫ് കോർപ്പറേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്തോനേഷ്യന്റെ ഒബ്സർവർ ആണ്. ഇനി ഇന്ത്യയും FATF-ഉം, അതായത് 2006 ഇന്ത്യ ഇതിന്റെ ഭാഗമായി മാറുന്നത്. അതുപോലെ തന്നെ 2010 എന്ത് ചെയ്യുന്നുണ്ട്? 34ാമത്തെ മെമ്പറായിട്ട് മറ്റു പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഭാഗമായി മാറുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന എവിടെയാണ്? പാരീസിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഒബ്ജക്റ്റീവ് എന്താണ്? ഈ മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫൈനാൻസിംഗ് ഒക്കെ ഒഴിവാക്കുക. ഇതിന് പ്രധാനമായിട്ടും 2 ലിസ്റ്റുകളാണല്ലോ. ഒന്ന് ഗ്രേ ലിസ്റ്റും ബ്ലാക്ക് ലിസ്റ്റും. ഗ്രേ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻക്രീസ്ഡ് മോണിറ്ററിംഗ് ലിസ്റ്റ് ആണിത്. ഇതെന്താണ്? ഇൻക്ലൂഡ് കൺട്രീസ് കൺസിഡറിംഗ് ദ സേഫ് ഹാവ് ബീൻ ഫോർ സപ്പോർട്ടിംഗ് ടെറർ ഫണ്ടിങ് ആൻഡ് മണി ലോണ്ടറിംഗ് ആണ്. അതുപോലെ തന്നെ സെർവ് ആസ് ദ വാർണിംഗ് ദാറ്റ് ഹാസ് കൺട്രി മേ ബി എൻ്റർ ദ ബ്ലാക്ക് ലിസ്റ്റ് ആണ്. ബ്ലാക്ക് ലിസ്റ്റ് എന്താണ്? നോൺ കോഓപ്പറേറ്റീവ് കൺട്രീസ് ഓർ ടെററിസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. ബ്ലാക്ക് ലിസ്റ്റ് വരുന്നത് ലൈക്ക് ഇറാൻ, നോർത്ത് കൊറിയ, മ്യാൻമാർ ഒക്കെയാണ്. ഇതിന്റെ കോൺസിക്വൻസസ് ഒക്കെ എന്താണ് ഗ്രേ ലിസ്റ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? എക്കോണമിക്സ് ആക്ഷൻസ് എന്താണ്? പെട്ടെന്ന് കിട്ടില്ല, പ്രോബ്ലം ടു ഗെറ്റിംഗ് ലോൺസ്, അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ ദ ഇന്റർനാഷണൽ ട്രേഡ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബോയ്ക്കോട്ട് ഒക്കെയാണ് എന്താണ് ഇതിന്റെ ഗ്രേ ലിസ്റ്റിൽ പെട്ടാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഇന്ത്യ വോൺ ദ 2024 T20 വേൾഡ് കപ്പ് ആണ്. എന്താണ് പറയുന്നത്? റീസെന്റ് ഇന്ത്യ സെക്യൂർഡ് ദയർ ഫസ്റ്റ് ICC ടൈറ്റിൽ സിൻസ് 2013 ചാമ്പ്യൻസ് ട്രോഫി ബൈ വിന്നിംഗ് ICC T20 വേൾഡ് കപ്പ് ഇൻ ബാർബോസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കി വെക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സമയത്താണ് ഇന്ത്യ ജയിച്ചിട്ടുള്ളത്? ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ സമയത്താണ് പ്രധാനമായിട്ടും ഇന്ത്യ റണ്ണർ അപ്പ് ആയിട്ടുള്ളത്? അതുപോലെ തന്നെ ഏതൊക്കെ സമയത്താണ് ഇന്ത്യയിൽ ഗെയിം ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ വർഷങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇയേഴ്സ് എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ചിലപ്പോൾ എന്ത് ചെയ്യാണ്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ക്ലിയർ.
നെക്സ്റ്റ് വൺ ആണ് ഇത് ഇനിഷ്യേറ്റീവ് ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. എന്താണ് ന്യൂസ്? റീസെന്റ് ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA imposed a penalty of Rs 3 lakh on advertisement by EdTech platform that founded a false and misleading under Section 21 of Consumer Protection Act. ഇതാണ് ഇത് ന്യൂസായി വരാനുള്ള എന്താണ് കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, ഏതൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? കൺസ്യൂമർ വെൽഫെയർ ഫണ്ട്, അതുപോലെ തന്നെ എന്താണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർ ഇ-കൊമേഴ്സ് റൂൾസ്, നാഷണൽ കൺസ്യൂമർ ഡേ ഒക്കെയാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ഇത് MSME സെക്ടർ. MSMEയുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണ്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? MSME സെക്ടറിനെ കുറിച്ച് കഴിഞ്ഞ അല്ലെ ഇതിന് തൊട്ടുമ്പത്തെ കറണ്ട് അഫെയറിൽ നമ്മൾ പറഞ്ഞു. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അത് നോക്കി വെച്ചാൽ മതി. അതിനേക്കാളും കൂടുതൽ ചോദിക്കാനുള്ള സാധ്യത എന്താണ്? വളരെയധികം കുറവാണ് എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ വരുന്നതാണ് ഇത് ഇനീഷ്യേറ്റീവ് റിലേറ്റിംഗ് ടു ദി എഡ്യൂക്കേഷണൽ റിഫോംസ്. എന്താണ്? റീസെന്റ് കോൺട്രവേഴ്സി സറൗണ്ടിങ് ലൈക്ക് എക്സാം like NEET UG, UGC NET have been reject the debate on what other education should be transferred into state list. അതായത് എന്ത് ചെയ്യണം? നിലവില് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് ലിസ്റ്റിലാണ് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് അല്ലെ? കൺകറന്റ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. അതിൽ നിന്ന് എങ്ങോട്ട് മാറ്റണം? സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ചോദിക്കാറുള്ള എഡ്യൂക്കേഷൻ റിഫോംസുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതൊക്കെയാണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, നാഷണൽ പ്രോഗ്രാം ടെക്നോളജി എൻഹാൻസ് ലേണിംഗ്, സർവശിക്ഷ അഭിയാൻ, പ്രയക്ത, മിഡ് ഡേ മീൽ സ്കീം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, PM ശ്രീ സ്കൂൾസ് ഒക്കെയാണ്. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? 9 years ഓഫ് ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്സ് ആണ് എന്ത് നെക്സ്റ്റ് ന്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഇത് ന്യൂസായി വരാനുള്ള ഒരു റീസൺ? Recently, the Prime Minister emphasized the substantial impact of Digital India initiative marketing its successful 9 years journey. He characterized Digital India as a symbol of national empower, elevating the living standard and fostering transparency. ഇതാണ് ഇത് ന്യൂസായി വരാനുള്ള കാരണം. നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട എന്തൊക്കെയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ 9 പില്ലേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ബ്രോഡ്ബാൻഡ് ഹൈവേസ്, രണ്ടെന്താണ് യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റി, 3 ഏതാണ് പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം, 4 ഏതാണ് ഇ ഗവേണൻസ് റിഫോമിംഗ് ഗവൺമെന്റ് ത്രൂ ടെക്നോളജി, 5 എന്താണ് ഇ ക്രാന്തിയാണ്, 6 എന്താണ് ഇൻഫോർമേഷൻ ടു ഓൾ, 7 എന്താണ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ്, 8 എന്താണ് IT ഫോർ ജോബ്സ്, 9 എന്താണ് ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം ഒക്കെയാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ് വന്നിരിക്കുന്നത്? ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ലോക്സഭയാണ്. ഓക്കെ, എന്താണ് ഇത് ന്യൂസായി വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്? Recently, the leader of opposition, while delivering his speech in parliament, used the symbolic image of Lord Shiva and Abhay Mudra to criticize the government assault on the idea of India, the constitution, and those who restricted these attacks ആണ്. ഓക്കെ, ആരാണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത്? ലോകസഭയിൽ ഭരിക്കുന്ന പാർട്ടി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ 1/10 മുകളിൽ ഏത് പാർട്ടിക്കാണോ കൂടുതൽ സീറ്റുള്ളത് അതിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ഇത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ. കൂടാതെ ഇദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ്. പബ്ലിക് അണ്ടർടേക്കിംഗ്സ്, എസ്റ്റിമേറ്റ് കമ്മിറ്റി തുടങ്ങിയവയിലൊക്കെ അല്ലെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റീസിലൊക്കെ അംഗമാണ്. അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹം ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ, CBI, NHRC, ലോക്പാൽ ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളുകളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹത്തെ എന്താണ് ഗവൺമെന്റ് പോളിസീസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ഗവൺമെന്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ പാർലമെന്റ് ആക്ട് 1977 പ്രകാരമാണ് ഇദ്ദേഹത്തിന്റെ സാലറീസ് അലവൻസ് ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പക്ഷെ ശ്രദ്ധിക്കുക, ലീഡർ ഓഫ് ഓപ്പോസിഷനെ കുറിച്ച് എവിടെ പറഞ്ഞിട്ടില്ല? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് ലാസ്റ്റ് നോട്ട്, സുപ്രീം കോർട്ട് ഇന്റർപ്രറ്റഡ് റിലീജിയസ് കൺവേർഷൻസ് ആണ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? The Allahabad High Court recently addressed the issues of religious conversions in India, highlighting the potential demographic impact on majority population. ഇതാണ് ന്യൂസായി വരാനുള്ള കാരണം. ഇതിൽ നമുക്ക് നോക്കാനുള്ള പ്രധാനമായിട്ടും, ഇത് മൊത്തം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തു എന്നുള്ളൂ. നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ട ഏതൊക്കെ കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്ന് റിവേഴ്സ് സ്റ്റേൺലോസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് 1977 ആണ്. രണ്ടെന്താണ്
സാർല മുഗൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995 ആൻഡ് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2000 ആണ്. പിന്നെ വരുന്നതാണ് എന്താ എം ചന്ദ്ര വേഴ്സസ് എം തങ്കമുത്തു ആൻഡ് അനദർ 2010. അതുപോലെ തന്നെ ഗ്രഹം സ്റ്റെയിൻ കേസ് 2011ഉം റൈറ്റ് ടു പ്രൈവസി കേസ് 2017 ഒക്കെ എന്താണ് റിലീജിയസ് കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്താണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.